പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അനുഗ്രഹത്തിൻ്റെ ഈ രാത്രിയിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ രാത്രി അത്ഭുതങ്ങളുടെ രാത്രിയാണ്. ഈ രാത്രി അടയാളങ്ങളുടെ രാത്രിയാണ്. ഈ രാത്രി അനേകരുടെ ഭാരങ്ങൾ, തകർച്ചകൾ, നിരാശകൾ എടുത്തു നീക്കി ദൈവം നിനക്ക് സമീപസ്ഥമാകുന്ന രാത്രിയാണ്. വിശ്വാസത്തോടെ കരമുയർത്തിന്ന് പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ മാധ്യമങ്ങളിലൂടെ ഈ നൈറ്റ് വിജിറ്റ് ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈ കൂട്ടായ്മയിലേക്ക് ഹൃദയപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-ാം തിരുവചനത്തിലൂടെ യേശു നിന്നെ വിളിക്കുകയാണ്. അവൻ നിന്റെ ജീവിതത്തെ കാണുന്ന കർത്താവ് പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ, നീ ഇപ്പോൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ സങ്കീർണത, നിന്റെ ജീവിതത്തിലുള്ള ഭാരങ്ങൾ, നൊമ്പരങ്ങൾ, കണ്ണുനീരുകൾ, തകർച്ചകൾ എല്ലാം അറിയുന്ന യേശു അവന്റെ സന്നിധിയിലേക്ക് നിന്നെ വിളിക്കുകയാണ്. നിന്റെ ഭാരങ്ങൾ അവിടുന്ന് ഏറ്റെടുക്കുവാൻ, നിന്റെ അധ്വാനത്തെ ലഘൂകരിക്കുവാൻ, തളർന്നു പോകുന്ന നിന്റെ ജീവിതത്തിന് പുതിയൊരു ബലമേകുവാൻ യേശു നിന്നെ ഈ രാത്രിയിൽ വിളിക്കുന്നു. അവൻ നിന്നെ കാണുന്നു, അവൻ നിന്നെ അറിയുന്നു. നീ അകപ്പെട്ട ജീവിതത്തിന്റെ പ്രതിസന്ധികൾ കണ്ടുകൊണ്ടിരിക്കുന്ന യേശു അവന്റെ സന്നിധിയിലേക്ക് നിന്നെ വിളിക്കുകയാണ്. വലതെടുത്തെന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ രാത്രി യേശു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ബർത്തമേസ് എന്ന അന്ധയാചകൻ, അവൻ യേശുവിനെ കുറിച്ച് ഏറെ കേട്ടിട്ടുണ്ട്. അവൻ യേശുവിനെ കുറിച്ച് പല കാര്യങ്ങൾ അവൻ കേട്ടിട്ടുണ്ട്. അവൻ അറിയുകയാണിതാ, താൻ ഇരിക്കുന്ന വഴിയിലൂടെ യേശു കടന്നു പോകുന്നു. അവൻ അവിടെ ഇരുന്നു ഉച്ചത്തിൽ നിലവിളിക്കുവാൻ തുടങ്ങി, ദാവീദിന്റെ പുത്രനായ യേശുവേ, അങ്ങനിൽ കനിയണമേ. ഇന്നലെ വരെ അവൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. യേശുവിനെ കുറിച്ച് പല അറിവ് അവന്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ അവൻ അവിടെ ഇരുന്ന് നിലവിളിച്ചു, എനിക്ക് യേശുവിനെ കുറിച്ച് ഒരു അറിവ് പോരാ, പുതിയ പഠനങ്ങൾ പോരാ, മറിച്ച് എനിക്കൊരു യേശു അനുഭവം ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, ആ നിലവിളിയിൽ യേശു ചുറ്റും നിന്ന് ജനത്തോട് പറഞ്ഞു, ഇതാ യേശു നിന്നെ വിളിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ നീ സംബന്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവായ യേശു നിന്നെ വിളിക്കുകയാണ്, നിന്നെ വിളിക്കുകയാണ് യേശുവിന്റെ ഒരു അനുഭവത്തിലേക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഹൃദയത്തിൽ അടിവരയിട്ട് രേഖപ്പെടുത്തുക, ദൈവമേ, ഇന്ന് എനിക്ക് എൻ്റെ യേശുവിനെ അറിയണം, അനുഭവിക്കണം. യേശു അനുഭവം എനിക്ക് വേണം. പ്രിയമുള്ളവരെ, അവനോട് ചുറ്റും നിന്നവർ പറഞ്ഞു, നിന്നെ യേശു വിളിക്കുന്നു. അവൻ പുറംകുപ്പായം ദൂരെ എറിഞ്ഞു. പ്രിയ സഹോദര, നിന്റെ നിരാശയുടെ കണ്ണീർ കയത്തിലേക്ക് നീ വീണുപോയ നിരാശയുടെ പുറംകുപ്പായം, അവിശ്വാസത്തിന്റെ പുറംകുപ്പായം, നിന്റെ തകർച്ചയുടെ പുറംകുപ്പായം, നിന്റെ പരാജയത്തിന്റെ പുറംകുപ്പായം വലിച്ചെറിഞ്ഞ് യേശുവിന്റെ സന്നിധിയിലേക്ക് നീ ഒരുക്കമാണോ? യേശു നിന്നെ വിളിക്കുന്നുണ്ട്, യേശു നിന്നെ ക്ഷണിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നിന്റെ ജീവിതം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഇപ്പോൾ നീ ഇരിക്കുന്നിടത്തുനിന്ന് രണ്ട് കരമൊന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. നിന്റെ പുറംകുപ്പായങ്ങൾ ഉപേക്ഷിക്കേണ്ട സമയമാണിത്. നീ നിന്നെ തന്നെ ദൈവത്തിനായി വിട്ടുകൊടുക്കേണ്ട സമയമാണ്. യേശു പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല.
ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഈ കർത്താവ് നിന്റെ അടുത്തേക്ക് വരുന്നു. രണ്ട് കരമൊന്ന് ഉയർത്തി യേശുവിനെ കണ്ടുകൊണ്ട് നിന്നെ വിളിക്കുന്ന യേശുവിന്റെ ശബ്ദത്തെ തിരിച്ചറിഞ്ഞ് ഈ രാത്രിയിൽ ആദരം തുറന്ന് ഹൃദയം തുറന്ന് യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? നിന്റെ കുടുംബത്തിൽ ഒരു ദൈവാരാധന ഉയരട്ടെ. കുടുംബാംഗങ്ങൾ ചേർന്ന്, കൂട്ടായ്മയിൽ ഇരിക്കുന്നവർ ചേർന്ന് പ്രാർത്ഥിക്കുക. യേശുവിനെ വിളിക്കുക. യേശു നിന്നെ കാണുന്നു. പ്രിയ സഹോദര, ഈ രോഗത്തിൽ നീ തുടരേണ്ട വ്യക്തിയല്ല. ഈ പരാജയത്തിൽ നീ അടിപ്പെട്ടു പോകേണ്ടവരല്ല. ഈ സഹനത്തിൽ എരിഞ്ഞമരേണ്ടതല്ല നിന്റെ ജീവിതം. യേശു നിന്നെ വിളിക്കുന്നു. യേശു നിന്നെ വിളിക്കുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ യേശുവേ ഞങ്ങളെ ആരാധിക്കുന്ന ദൈവമേ, നിന്റെ നാമത്തിന് നന്ദി പറയുന്നു. യേശു വിളിക്കുന്നു, എന്നും യേശു വിളിക്കുന്നു. ഒന്ന് ചേർന്ന് പാടാമോ? അൻപെഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു. യേശു വിളിക്കുന്നു. പ്രിയമുള്ളവരെ, വലിയ സന്തോഷത്തോടെ യേശുവിന്റെ വിളി കാതുകൾ കേട്ടപ്പോ അന്ധയാചകൻ ഓടിയ പോലെ, അവൻ മറ്റൊരു മനുഷ്യനായി തീർന്ന പോലെ, ഇപ്പോൾ നീ ഇരിക്കുന്നിടങ്ങളിൽ ദൈവത്തെ ആരാധിക്കുക. പാട്ടുപാടി കർത്താവിനെ കരങ്ങളടിച്ച് അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തി നമുക്കൊന്നു ചേർന്ന് പാടി ആരാധിക്കാം. യേശു വിളിക്കുന്നു, എന്റെ യേശുവിനെ വിളിക്കുന്നു. അൻപഴുമുന്ന ആ കരുണയുടെ കരം നീട്ടി സ്നേഹത്തോടെ യേശു വിളിക്കുന്നു. സ്നേഹത്തോടെ നിന്റെ യേശു നിന്നെ വിളിക്കുന്നു. പ്രിയരെ, ആ സ്നേഹം അനുഭവിച്ച്, ആ സ്വാതന്ത്ര്യം അനുഭവിച്ച് ചേർന്ന് പാടി ആരാധിക്കാം. യേശു വിളിക്കുന്നു, എന്നും യേശു വിളിക്കുന്നു. യേശു വിളിക്കുന്നു, എന്നും യേശു വിളിക്കുന്നു. അൻപെഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു. അൻപെഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഒടിച്ചെന്ന് പറയാം. യേശു വിളിക്കുന്നു, എന്നും യേശു വിളിക്കുന്നു. ചേർന്ന് പാടിക്കേ. അൻപെഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു. യേശു വിളിക്കുന്നു. പ്രിയ സഹോദര, സഹോദരി, ഈ ശുശ്രൂഷയിൽ നീ പങ്കെടുക്കുമ്പോ ഉള്ളം തകർന്നൊരവസ്ഥയിലാണോ? നീ വലിയ ഏകാന്തത അനുഭവിക്കുന്നു? നിന്റെ കുടുംബത്തിൽ ഒരു ഒറ്റപ്പെട്ട ജീവിതമാണോ? ജീവിത പങ്കാളിയോ മക്കളോ നിന്നെ അവഗണിച്ച ഒരു ജീവിതമാണോ? ഉള്ളം തകർന്ന് ഒരിറ്റാശ്വാസത്തിന് കേഴുന്ന ഒരു ജീവിതമാണോ? പ്രിയരെ, നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കാത്ത ദൈവം, ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായി ബലിയെന്ന് പ്രഖ്യാപിച്ച ദൈവം നിന്റെ തകർന്ന ഹൃദയത്തെ കാണുന്നു. നിന്റെ നുറുങ്ങിയ ഹൃദയത്തെ കാണുന്നു. നിന്റെ മനസ്സിന്റെ നൊമ്പരം അറിയുന്നു. അവന്റെ സന്നിലേക്ക് രണ്ട് കരമൊന്ന് ഉയർത്തിക്ക്. പ്രിയരെ, നിന്റെ തകർന്ന ഉള്ളത്തെ, നിന്റെ തകർന്ന ജീവിതത്തെ, നിന്റെ പ്രയാസങ്ങളെ, നൊമ്പരങ്ങളെ യേശു ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന കർത്താവേ, നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഓ ദൈവമേ, യേശുവേ, കരുണ തോന്നണമേ. ഹല്ലേലൂയ, യേശുവേ. ഉള്ളം തകർന്നവരേ വാ, ഉന്മയമെന്നന്തികേ. ഉള്ളലിഞ്ഞാശ്വാസമേകാൻ ഉള്ളവൻ ഞാനില്ലയോ? അതേ കർത്താവേ, ചേർന്ന് പാടാം. യേശു വിളിക്കുന്നു, എന്നും
സഹോദരി എഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു, യേശു വിളിക്കുന്നു. യോഹന്നാൻ 14:1 അവൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാവണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. സാഹചര്യം നിനക്ക് പ്രതികൂലമാണോ? വലിയ പ്രതിസന്ധികളാണോ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്നത്? വലിയ തകർച്ചയുടെ മധ്യയാണോ ഇപ്പോൾ? എന്തിനാ നീ തളരുന്നത്? എന്തിനാ നീ ഉത്കണ്ഠപ്പെടുന്നത്? എന്തിനാണ് നീ ആകുലപ്പെട്ട് തളർന്നു പോകുന്നത്? നിനക്കൊരു ദൈവമില്ലേ? നിനക്കൊരു കർത്താവില്ലേ? അവൻ പറയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാവണ്ട, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാവണ്ട. കാരണം ഇത് പറഞ്ഞവൻ നിന്റെ അസ്വസ്ഥതകൾ ഏറ്റെടുക്കുന്നവനാണ്, നിന്റെ അസ്വസ്ഥതകളെ പരിഹരിക്കാൻ കഴിവുള്ളവനാണ് പറഞ്ഞത്. പ്രിയരെ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാവണ്ട, നിങ്ങൾ ആകുല മാനസരാവണ്ട. കർത്താവ് നിങ്ങളെ കാണുന്നു, കർത്താവ് നിന്നെ അറിയുന്നു, അവൻ നിന്റെ കൂടെയുണ്ട്. ആ യേശുവിനെ കണ്ടുകൊണ്ട് വീണ്ടും നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആകുലമാനസരേവാ ആലംബഹീനരേവാ, ആശ്രയം തന്നരുളാം ഞാൻ, ആമോദമേകിടാം ഞാൻ. കരങ്ങളെ ഉയർത്തിടിച്ച് യേശു വിളിക്കുന്നു, ഇന്നും യേശു വിളിക്കുന്നു. ആമേൻ, ആമേൻ. അൻപെഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു, യേശു വിളിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, ജീവിതത്തിലേറെ കരഞ്ഞൊരു വ്യക്തിയാണോ നീ? നിന്റെ ബാല്യകാലവും യൗവനവും ഇന്ന് നിന്റെ യുവത്വത്തിന്റെയും വാർദ്ധക്യത്തിന്റെ നാളുകളിൽ നീ തോരാ കണ്ണുനീരൊഴുക്കുന്ന ഒരു വ്യക്തിയാണോ? നിന്റെ കുടുംബത്തിൽ തോരാ തകർച്ചകളാണോ? അണമുറിയാതെ കണ്ണുനീരും ഒഴുക്ക് നിലയ്ക്കാത്തൊരു തകർച്ചയുടെ മധ്യയാണോ നിങ്ങൾ ജീവിക്കുന്നത്? പ്രിയമുള്ളവരെ, അവൻ കടന്നു വന്ന് നിനക്ക് വേണ്ടിയല്ലേ? നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാനല്ലേ? നിന്റെ തകർച്ചകളെ നീക്കിക്കളയാനല്ലേ? അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, കരയുന്നവരെ അവൻ തന്റെ അടുക്കലേക്ക് വിളിച്ചു, അവരുടെ കണ്ണുനീരിന്റെ കാരണം അവൻ അന്വേഷിച്ചു. ആ യേശു ഈ രാത്രിയിൽ നീ ഇരിക്കുന്നിടത്തേക്ക് ഇറങ്ങി വരിക, നിന്റെ കുടുംബത്തിലേക്ക് അവൻ കടന്നു വരിക, നിന്റെ കണ്ണുനീരിന്റെ കാരണം പരിഹരിക്കുവാൻ, നിന്റെ തകർച്ചയുടെ ആഴങ്ങൾ മനസ്സിലാക്കുവാൻ യേശു കടന്നു വരിക. ആ യേശുവിനെ കണ്ടുകൊണ്ട് ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ഈശോനെ ആരാധിക്കാമോ? യേശുവേ, യേശുവേ, ആരാധന കർത്താവേ, ആരാധന ദൈവമേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, കണ്ണീരണിഞ്ഞവരേ വാ, മണ്ണിന്റെ മക്കളെ വാ. കന്മഷമാകവേ നീക്കി കണ്ണുനീരൊപ്പിടാം ഞാൻ. യേശു വിളിക്കുന്നു, എന്നും യേശു വിളിക്കുന്നു. സ്നേഹത്തോടെന്ന് പാടിക്കേ. അൻപെഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു, യേശു വിളിക്കുന്നു, എന്നും യേശു വിളിക്കുന്നു. അൻപെഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു, യേശു വിളിക്കുന്നു. നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവിന്റെ സന്നിധിയിൽ
ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. യേശു നിന്നെ വിളിക്കുന്ന രാത്രി ഇത്. ഉള്ളം തകർന്നവർക്ക് സൗഖ്യം നൽകുവാൻ, ആകുല മാനസർക്ക് ആശ്വാസം പകരുവാൻ, കണ്ണീരണിഞ്ഞ ജീവിതങ്ങളെ ആനന്ദം കൊണ്ട് നിറയ്ക്കുവാൻ ഇതാ രക്ഷകൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഒന്ന് കണ്ണുകളൊന്ന് അടച്ച് കർത്താവിൻ്റെ സന്നിധി നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ശാന്തമായി നിൽക്കുക. എവിടെയാണ് നിന്റെ ജീവിതം കണ്ണുനീരണിഞ്ഞത്? നിന്റെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ കാരണം എന്താണ്? ഏത് വിവത്സന്ധിയിലാണ് പ്രിയ പൈതലേ നീ അകപ്പെട്ടിരിക്കുന്നത്? നിന്റെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ട അവസ്ഥയാണോ? നിരന്തരമായ രോഗപീഠകൾ നിന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണോ? നിന്റെ സാമ്പത്തിക മേഖലയും ബിസിനസ്സും ജോലി മേഖലയും ഇന്ന് പരാജയപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണോ? നിനക്ക് ജോലി നഷ്ടമായി, കുടുംബം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ നീ മനസ്സ് തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണോ? യേശുവിന്റെ സന്നിധിയിൽ പരിഹാരമുണ്ട്. മാനവകുലത്തിന്റെ സകല പ്രശ്നങ്ങളുടെയും ഉത്തരം യേശുവാണ്. അവനാണ് പരിഹാരം, അവനാണ് ഉത്തരം. പ്രിയപ്പെട്ടവരെ, ആ കർത്താവിന്റെ സന്നിധിയിലാണ് നിൽക്കുന്നത്. യെശയ്യാ പ്രവാചകനിലൂടെ അവൻ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പെറ്റമ്മ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ? മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറഞ്ഞു കർത്താവ്. ആ കർത്താവിന്റെ സന്നിധിയിലാണ് നീ ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് നീ പരാജയപ്പെട്ട വ്യക്തിയല്ല, നീ തകർന്നു പോകേണ്ട ഒരു ജീവിതമല്ല, പരാജയപ്പെടേണ്ട ഒരു കുടുംബമല്ല നിന്റേത്. നിന്റെ വ്യക്തി ജീവിതം കഴുകനെ പോലെ ചിറകടിച്ചുയരുവാൻ, നിന്റെ പരാജയങ്ങൾ ചിറകടിച്ചുയരുവാൻ ദൈവം ഒരുക്കിയ ഈ രാത്രിയിൽ പ്രിയരെ, വിശ്വാസത്തോടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ സമർപ്പിക്കാമോ? കണ്ണുകൾ അടച്ച് രണ്ട് കരമൊന്ന് ഉയർത്തുക, രണ്ട് കരമൊന്ന് ഉയർത്തിപ്പിടിക്കുക. രണ്ട് കരം കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി നിന്റെ ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങളും ഈ അത്ഭുതത്തിന്റെ രാത്രിയിൽ നിന്നെ വിളിച്ച് യേശുവിന്റെ സന്നിധിയിൽ വിശ്വസിച്ച് സമർപ്പിക്കാമോ? യേശുവിനെ നിന്റെ ജീവിതത്തിലേക്ക് വിളിക്കാമോ? യേശു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ നിന്റെ ജീവിതം കീഴ്മേൽ മറിയുകയാണ്. നിന്റെ കുടുംബത്തിൽ ഒരു അത്ഭുതം നടക്കാൻ പോകുകയാണ്. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു ശക്തി പ്രകടമാകാൻ പോകുകയാണ്. രണ്ട് കരമുയർത്തി കുടുംബാംഗങ്ങളെല്ലാവരും ചേർന്ന് കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവർ ഒന്ന് ചേർന്ന് ആദരം തുറന്ന് യേശുവേന്ന് വിളിച്ച് ആരാധിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിന്നെ സ്നേഹിക്കുന്ന പിതാവിനെ കണ്ടുകൊണ്ട്, പുത്രനായ യേശുവിനെ കണ്ടുകൊണ്ട്, പരിശുദ്ധാത്മാവിനെ കണ്ടുകൊണ്ട് എല്ലാവരും ചേർന്ന് ആരാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ യേശുനാഥൻ ആമേൻ. മാറ്റും നിന്റെ വേദന. അതെ, യേശു നിന്റെ വേദന മാറ്റും. പാപത്താലും ജീസസ് രോഗത്താലും കാലങ്ങിടേണ്ട കടന്നു വാ. സ്നേഹം നിന്നെ മാടി വിളിക്കുന്നു. യേശുനാഥൻ നിശ്ചയമായി മാറ്റും നിന്റെ വേദന. പാപത്താലും രോഗത്താലും നീ തളർന്നു പോയിട്ടുണ്ട്. രോഗത്താലും കാലങ്ങിടേണ്ട
കടന്നു വാ ഓ, യേശു നിന്നെ വിളിക്കുന്നു പ്രിയരേ. കടന്നു വാ അവന്റെ സന്നിധി ഹൃദയം കൊടുത്തൊന്ന് ചേർന്ന് പാടാമോ? കടന്നു വാ ജീവനും ജീവിതം ഒന്ന് സമർപ്പിച്ച് യേശു നിന്നെ അവന്റെ അത്ഭുത സാന്നിധ്യം മനയിലേക്ക് പകരുന്നു. ചേർന്ന് പാടി ആരാധിച്ചേ. കടന്നു വാ കടന്നു വാ യേശു നിന്നെ വിളിക്കുന്നു. ആ ശബ്ദത്തിനൊന്ന് പ്രത്യരിച്ച് യേശുവിനെ വിളിക്കുന്നു. പ്രത്യരിച്ച് യേശു നിന്നെ ജീസസ് വിളിക്കുന്നു. യേശു മഹത്വം ഇറങ്ങട്ടപ്പാ. വിളിക്കുന്നു. സ്നേഹമോടെ വിളിക്കുന്നു. യേശു നിന്നെ വിളിക്കുക. നിന്റെ യേശു നിന്നെ വിളിക്കുന്നു. വിളിക്കുന്നു. യേശു നിന്നെ വിളിക്കുന്നു. ഉള്ളം തകർന്ന് പരാജയപ്പെട്ട് സീനായ് മലയിലൂടെ അലഞ്ഞു തിരിഞ്ഞവന്റെ മുമ്പിൽ ഇറങ്ങി വന്ന സ്വർഗത്തിന്റെ മഹത്വമുണ്ടല്ലോ. ആ ഗ്ലോറി, അവന്റെ ഗ്ലോറി, അഗ്നിയിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ മഹത്വം, ആ സാന്നിധ്യം ഇതാ നിന്റെ ജീവിതത്തിന്റെ മേൽ പരിവർത്തിക്കുന്നു. തന്റെ പ്രിയ ശിഷ്യന്മാരെ കൂട്ടി താബോർ മലയിലേക്ക് അവൻ പോയി. അവിടെ ഇരിക്കുമ്പോൾ അവൻ രൂപാന്തരപ്പെട്ടു. അവന്റെ മഹത്വം, അവന്റെ ഗ്ലോറി, അവന്റെ സാന്നിധ്യം പ്രിയ ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞു. പ്രിയ സഹോദര സഹോദരി, ഇപ്പോൾ നീ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോ അതേ കർത്താവ് സീനായ് മലയിൽ ഇറങ്ങിയതിന്റെ ഗ്ലോറി, സീനായ് മലയിൽ വെളിപ്പെട്ട മഹത്വം, താബോറിൽ ഇറങ്ങിയ ദൈവത്തിന്റെ മഹത്വം ഇതാ നിന്റെ ഭവനത്തിന്റെ മേൽ, നീ ആയിരിക്കുന്ന കൂടാരത്തിന്റെ മേൽ, നിന്റെ ജീവിതത്തിന്റെ മേൽ ഇപ്പോൾ അവന്റെ മഹത്വം ഇറങ്ങാൻ ആഗ്രഹിക്കുന്നു. അവന്റെ മഹത്വം വെളിപ്പെടുന്നു. രണ്ട് കരമുയർത്തി ആദരം തുറന്ന് എല്ലാവരും യേശുവിനെ കണ്ട് ആരാധിച്ച് അടഞ്ഞ കണ്ണുകൾ യേശുവിന്റെ മഹത്വം കണ്ട്, യേശുവിന്റെ സാന്നിധ്യം കണ്ട്, യേശുവിന്റെ കൃപ ഒഴുകുന്നു. അവന്റെ ആത്മാവ് ജനിക്കുന്നു, അഭിഷേകം ഒഴുകുന്നു. ചേർന്നാരാധിക്കുക. കെട്ടുകൾ അഴിയുന്ന സമയമായത്. തിന്മകൾ പരാജയപ്പെടുക, അന്ധകാരങ്ങൾ വിറകൊള്ളുക. യേശുനാമത്തിന്റെ ശക്തി, അവന്റെ അത്ഭുത മഹത്വം, ഗ്ലോറി വെളിപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ആരാധിക്കുക. കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ചേർന്ന് ആരാധിച്ചാട്ടെ. മാതാപിതാക്കളും മക്കളും ചേർന്ന് കുടുംബമായി ചേർന്ന് ആരാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ മഹത്വം, യേശുവേ, ആരാധന, ആരാധന. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് യേശുവിനെ കൺമുമ്പിൽ കണ്ടേ ദൈവപൂർവ്വനെ ആരാധിച്ച് യേശു നിന്റെ പരാജയങ്ങൾ അവൻ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. നിന്റെ ഭാരങ്ങൾ അവൻ ഏറ്റെടുക്കുന്നു. നിന്റെ കണ്ണുനീരവൻ കുപ്പിയിൽ ശേഖരിച്ച ദൈവം. ഓ ഗ്ലോറി, സാന്നിധ്യത്തിനായി നന്ദി പറയാം. യേശുവേ, യേശു. ഹല്ലേലൂയ. വലതുകരമെടുത്ത് ജീവനോടെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ശാന്തമായിട്ടിരിക്കാം. നമ്മൾ ജപമാല മാസത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുക.
ഒരു റോസറി വാറിലൂടെ നമ്മൾ പങ്കെടുക്കുകയും പരിശുദ്ധ അമ്മയോട് ചേർന്ന് തിന്മയുടെ ലോകത്തിനെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിച്ച നാളുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന, നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ആന്തരിക തലങ്ങളിൽ വലിയൊരു വിശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുക. നമ്മളറിയാത്ത നമ്മുടെ ഹൃദയത്തിൽ വേരോടിയിരിക്കുന്ന പാപത്തിൻ്റെ തായ്വേരുകൾ, അതിൻ്റെ ഓരോന്നോരോന്നായി പരിശുദ്ധ അമ്മ നമ്മളിൽ നിന്നെടുത്ത് നീക്കി നമ്മുടെ ഹൃദയത്തെ കൂടുതൽ ശുദ്ധിയിലേക്കും വിശുദ്ധിയിലേക്കും നയിക്കും. അപ്പോൾ ഈ സമയങ്ങളിൽ നമ്മൾ ഓർക്കുക, നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ സമർപ്പിച്ച് ജപമാല ചെല്ലുമ്പോൾ നാം അറിയാതെ നമ്മളിൽ വലിയൊരു വിശുദ്ധീകരണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുക. അത് നമ്മളെ കൂടുതൽ ആത്മീയമായ കരുത്തിലേക്കും പുതിയൊരു അഭിഷേകത്തിലേക്കും നമ്മളെ നയിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സമയങ്ങളിൽ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. ഈ ജപമാല പ്രാർത്ഥനയിൽ നമ്മളെ സഹായിക്കുന്നത് ലിജോ ജോണും ജസ്ന ജോർജുമാണ്. നമുക്ക് അവരോട് ചേർന്ന് ഏറെ ഭക്തിയോടെ നമുക്ക് ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കാം.